ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തുടർച്ചയായ 4ാം തോൽവി വഴങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ്. സ്വന്തം തട്ടകത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ചെന്നൈയിൻ എഫ്സിയോട് പരാജയപ്പെട്ടു. ആദ്യ പകുതിയിൽ ഇമ്രാൻ ഖാനാണ് ചെന്നൈയിൻ എഫ്സിയുടെ വിജയ ഗോൾ നേടിയത്. മഞ്ഞപ്പടയുടെ പ്രകടനത്തിൽ കടുത്ത നിരാശയിലാണ് ആരാധകർ. കൊച്ചിയിൽ നിന്ന് ജോയ്മോൻ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മാറ്റമില്ല, വീണ്ടും തോൽവി. തുടർച്ചയായ 4ാം തോൽവി വഴങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ്. ഇത്തവണ ചെന്നൈയിൻ എഫ്സിക്കെതിരെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നിർഭാഗ്യമൊന്നുമല്ല. നമ്മൾ നോർമൽ ഒരു പ്ലാനും ഇല്ലാണ്ട് എക്സിക്യൂഷൻ ഇല്ലാതെ 11 പേര് ഗ്രൗണ്ടിൽ കിടന്ന് ഓടുക എന്നല്ലാണ്ട് ഒരു എക്സിക്യൂഷനും ഇല്ല, ഒരു പ്ലാനും ഇല്ല. ഇതിങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നിരാശ തന്നെയാണ്. മലപ്പുറത്തുനിന്ന് നോമ്പും നോറ്റി വന്നിട്ട് ഇതാണ് കോലം ടീമിന്റെ. മലപ്പുറത്ത് വരുവാണ്, നോമ്പും നോറ്റി വരുവാണ് കളി കാണാൻ വേണ്ടിയിട്ട്. ഒരു ഭയങ്കര പൂർ പെർഫോമൻസ്. ഫാൻസിനെ പറ്റിച്ചോണ്ടിരിക്കുക ബ്രോ. സത്യം നോമ്പ് ഇന്ന് ഈ കളി കാണുന്ന എത്ര നേരം നോമ്പ് പിടിച്ച് വന്നിട്ടുള്ളത്, എത്ര എഫേർട്ടാണ് അറിയാം കളി കണ്ടത് ബ്രോ. ഞാൻ കൊല്ലത്ത് നിന്ന് വരുവാ. കൊല്ലത്ത് നോമ്പ് പിടിച്ച് വന്നാൽ ഇവിടെ നോമ്പ് മുറിച്ച് ഇതിന്റെ അകത്ത് നോമ്പ് മുറിച്ചിട്ട് ഇരുന്ന് കളി കണ്ടതാ ബ്രോ. നല്ല കളി കളിച്ച് ഒരു കുഴപ്പമില്ല, നല്ലൊരു കളി കളിച്ച് ഒരു സീനും ഇല്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ കളിക്കാൻ മണ്ണൻ കളി, ഒരു ആദ്യം ആ മണ്ടൻ കോച്ചെടുത്ത് മാറ്റണം. കളി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കളിയായിരുന്നു. ഞങ്ങൾ ഇപ്പൊ 3ാമത്തെ കളി കാണാൻ ബാക്കി 2 കളി അപേക്ഷിച്ച് നല്ല കളിയായിരുന്നു. തിരിച്ചു വരാൻ പറ്റും നമുക്ക്. പ്രതീക്ഷയുണ്ട്. പിന്നെ പ്രതീക്ഷയുണ്ട്. എന്തൊക്കെ തിരിച്ചു വരും. ഡിഫൻസ് വളരെ മോശം. ഡിഫൻസിന്റെയാണ് ഫാൾട്ട്. മാത്രമല്ല അറ്റാക്കിങ് നിഹാൽ സുധീഷൊക്കെ നല്ല കളി കളിക്കണ വേറൊരു ടീമിലായിരുന്നു മുമ്പത്തെ പിന്നെ ISL. ഇപ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അവിടെ കളിച്ചിരുന്ന കളി കൂടി ഇവിടെ കളിക്കണില്ല. കളി പോരാ, ഫിനിഷിങ് നല്ലോണം മെച്ചപ്പെടാനുണ്ട്. ഒരു ഇല്ല ടീം പ്ലേ ഇല്ല, ഒരു ടാക്ടിക്സ് ഇല്ലാത്ത പോലെ തന്നെയാണ് കളിക്കുന്നത്. പിന്നെ സങ്കടമൊന്നുമില്ല, പക്ഷെ എന്താ പറയാ, കളിച്ചാൾ തന്നെയാണ് ജയിച്ചത്. പിന്നെ അവർ ടൈം വേസ്റ്റ് ചെയ്തെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർ ജയിക്കാനല്ലേ നോക്കൂ. നമ്മൾ കിട്ടിയ കുറേ ചാൻസ് മിസ്സാക്കി, അത് നമ്മൾ മുതലാക്കണേനു. തുടർച്ചയായ തോൽവികളിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ഒരു തിരിച്ചുവരവ് നടത്തുമെന്നൊരു പ്രതീക്ഷയാണ് ഇനിയിപ്പോൾ ആരാധകർക്കുള്ളത്. അതിനെ അവശേഷിക്കുന്ന അല്ലെങ്കിൽ ശേഷിക്കുന്ന മത്സരങ്ങളിൽ ജയത്തോടുകൂടി ബ്ലാസ്റ്റേഴ്സിനൊരു തിരിച്ചുവരവ്, അതാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അതായത് ദീർഘനാൾ, അതായത് ISL തുടങ്ങിയത് മുതൽ ഇപ്പോൾ ഇന്ന് ഈ 12ാം സീസൺ വരെ ബ്ലാസ്റ്റേഴ്സിനെ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ അതേപോലെ സ്നേഹിച്ച് അതേപോലെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വലിയ ആരാധക വൃന്ദം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ളത്. അവർക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് ജയിച്ചേ മതിയാകും. ആ ജയം ഇന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ നിരാശയായിരുന്നു ഇന്നത്തെ ഫലം. പക്ഷേ അതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിപ്പ് തുടരാം. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ജിബിനൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം.